നമ്മുടെ നമുക്കറിയാം നമ്മള് കാരണമല്ല ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്മാരുടെ കൂടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വാദിക്കാം നമുക്ക് വേണ്ടി. എന്നുവെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രം മതി എന്നുള്ള ഒരു സെറ്റപ്പ്. പക്ഷെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ അതിനൊക്കെ. പിന്നെ വേറൊരു സാധനമാണ് പിന്നെ എനിക്കിതുപോലെ ഞാൻ ഒരു വട്ടം റെഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 1.6 seconds ആണ് ഞാൻ വെളിയിൽ നിന്നത്. 1.6 seconds എന്നാലും 2 സെക്കൻഡ് ആയില്ല, ജസ്റ്റ് പുറത്തായതേ ഉള്ളൂ. അതുമല്ല പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് 0.08 അല്ലെങ്കിൽ 0.8 അത്രയും സെക്കൻഡ്സിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീഡ് ചെയ്യാം, നോൺ ഗിൽറ്റി അല്ല. അവരാണെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് പറയും. പക്ഷെ കോർട്ടാണ് ഫൈനൽ ഇത് വരേണ്ടത്, കോർട്ടിലായിരിക്കും പോകേണ്ടത്. അങ്ങനെയല്ല, അവർ ചിലപ്പോൾ ഹിയറിംഗ് വെക്കും, 2 ദിവസമൊക്കെ വെച്ചാൽ സാലറി അങ്ങനെയല്ല. ഒരു ദിവസം പറയും. ഇപ്പൊ നമുക്ക് പറയുന്ന ഹിയറിംഗ് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഹിയറിംഗ് ആയിരിക്കും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. റെഡ് ലൈറ്റിന്റെ അവരൊരു ടൈം തന്നിട്ടുണ്ടാവും. അതില് നമ്മൾ 3ാമത്തെ സെറ്റിലിംഗ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എക്സ്ട്രാ ഫൈൻ ഒന്നും അടിക്കത്തില്ല. പക്ഷെ കോർട്ടിന് ഇന്ന സെറ്റിൽമെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും സീൻ ഏതെന്നറിയാമോ? റെഡ് ലൈറ്റ് ഞാൻ പിന്നെയും ഓക്കെ ആണെന്നേ പറയുള്ളൂ. ചെറിയ മറ്റേ പെട്ടി ഉണ്ടാകത്തില്ലേ, സ്പീഡിങ്ങിന് ലൈറ്റ് അടിക്കുന്ന ഒരു സാധനം, ചെറിയൊരു പെട്ടി, പോസ്റ്റ് ബോക്സ് പോലെ. ആ സാധനം അടിച്ചിട്ടുണ്ടെങ്കിൽ പടക്ക കമ്പനി കുതാഹവയാണ്. നല്ല ഫൈനിന്റെ അല്ല, ഇൻഷുറൻസ് പ്രീമിയം കയറും. ചെറിയ സ്പീഡിങ്ങിന് ഒരു ബോക്സ് ഉണ്ട്, അത് ഇവിടെ ഉണ്ടോ യൂസിലുണ്ടോ? അല്ല, നമ്മുടെ സ്പീഡിങ്ങിന് മുനിസിപ്പാലിറ്റി ക്യാമറ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഒരു ബോർഡ്. ഏത് പോർട്ടബിൾ എന്ന് വെച്ചാൽ അവന്മാരുടെ രീതിക്ക് പോർട്ടബിൾ ആണ്, അല്ലാണ്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇവിടെ ഈ മഞ്ഞ ലൈറ്റിൽ ചോപ്പ് കത്തുന്നതിന് മുമ്പേ ആൾക്കാർ വണ്ടി എടുത്ത് പോകുന്നില്ല, ഒരുപാടുണ്ട്. അതായത് നമ്മള് അത് പോവാം, അത് കുഴപ്പമൊന്നുമില്ല. വാക്കിങ്ങിന്റെ അത് കത്തുമ്പോഴത്തേക്ക് തിരക്ക് കൂട്ടിട്ട് പോകുന്ന കുറെ ലാംഗ്വേജ് കൊണ്ട് സിഗ്നലൊക്കെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. പെഡസ്ട്രിയൻ ആണോ പറയുന്നത്? പെഡസ്ട്രിയൻ ആണോ പറയുന്നത്? പെഡസ്ട്രിയൻ പോകുമ്പോ സ്പീഡിൽ വണ്ടി എടുത്ത് അങ്ങ് പോകും. അപ്പൊ നടക്കുന്ന ഇടിച്ചിട്ട് നമ്മളെ ജീവൻ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം കത്തുന്നതിന് മുന്നേ പോകുന്നാണോ പറഞ്ഞത്? അതായത് ഇപ്പൊ പച്ച കത്തി പിന്നെ മഞ്ഞ പിന്നെ റെഡ് അല്ലേ ആവുക. അപ്പൊ ചില ആള് റൈറ്റിലോ അല്ല സ്ട്രൈറ്റോ പോകുമ്പോ സിഗ്നൽ കാണിക്കും. ചില ആള് റൈറ്റിലേക്ക് ചിലപ്പോ പെഡസ്ട്രിയന്റെ കത്തിക്കുണ്ടാവും, നേരെ റെഡ് വായിക്കും. ഒന്ന് നടക്കാതെ തുടങ്ങിയിട്ടുണ്ടാവും നമ്മള്. അപ്പത്തേക്കുണ്ടാവും ഒരേക്ക് വണ്ടി എടുത്ത് പോകുന്നു സ്പീഡില്. സ്പീഡിൽ പോകുന്നത് തട്ടാൻ നോക്കി ഒരു വണ്ടിക്കാരെ. അല്ല, ആ പറഞ്ഞത് തെറ്റാ, അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ വണ്ടി ഞാൻ ഇത്ര കാലത്തിനിടയിൽ ആദ്യമായിട്ട് ആക്സിഡന്റ് കാണുന്നത് കാനഡയിലാണ്. ഒരു വണ്ടി പോയിട്ട് വീട്ടിൽ പോയിട്ട് വേറെ വണ്ടീന്റെ ബാക്ക് പോയി ഇടിക്കണോ കണ്ട്, ആ മുന്നിൽ ഇടിച്ച വണ്ടി ഇല്ലേ അത് സ്പീഡിലെടുത്ത് പോകുന്ന കണ്ടു. ഒന്നങ്ങനെ വേറൊരുത്തനെന്ന് പറഞ്ഞാല് നമ്മൾ ആ ഡീർ ഫീൽഡ് ഇതില്ലേ, പിന്നെ ഇത് നിങ്ങള് എങ്ങനെ നിന്റെ വീഡിയോ ഒക്കെ അടിപൊളിയാട്ടോ. ഇതില് വരുന്ന എന്താ പറയാ, ഫേസ്ബുക്കില് നല്ല ക്ലാരിറ്റിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യൂ ആട്ടോ. മറ്റേ ഇത് രാവിലെ വരുന്നതും നല്ല രസമാണ്. അല്ല, ഇത് വോയിസ് ഇതിൽ നീ എഡിറ്റ് ചെയ്യൂലേ? ഒന്നുകൂടെ പിടിക്കട്ടെ, ഒരു മിനിറ്റ് അല്ലേ? അവരുടെ വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എടുക്കണേലൊന്നും ക്ലാരിറ്റി കാണുന്നില്ല. ചിലപ്പോ ഫോണിന്റെ വ്യത്യാസമായിരിക്കും. ഞാൻ എപ്പോഴും ഐഫോൺ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ അതിന്റെ വില ഇങ്ങനെ കാണുമ്പോഴേ
ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ചിലപ്പം നാട്ടിലല്ല ഖത്തറിൽ പോയി പോരും. ID റിന്യൂ ചെയ്യാൻ ടിക്കറ്റ് എടുത്ത് മീൻസ് അതെ ഇൻഷാ അല്ലാ. അതെ ടിക്കറ്റ് എടുത്ത് മാർച്ച് 1 തിരിച്ചെത്തും. ഞാൻ മോൺട്രിയാലിനാ പോകുന്നത്. ഇവിടെ ഒക്കെ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് അവിടുന്ന് പോകുന്നത്. പിന്നെ ചാർജ് നല്ല കുറവുണ്ട് കേട്ടോ മോൺട്രിയാൽ. ഇനി എപ്പോഴും നോക്കുമ്പോൾ അങ്ങനെ മോൺട്രിയാൽ ഇവിടുന്ന് ബസ്സിന് കയറി അവിടെ എത്തിയിട്ട് അവിടുന്ന് മോൺട്രിയാലിൽ പോയാൽ നല്ല $300 ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അല്ലല്ല അതെന്താന്നറിയോ 1200 ഒറ്റായി ചില സമയത്തില്ലേ. ഇവിടെ നമ്മളിപ്പോ ടൊറന്റോ അപ്പ് ആൻഡ് ഡൗൺ ചിലപ്പോ ടൊറന്റോ $1200 അപ്പ് ആൻഡ് ഡൗൺ. അതെ ഞാനത് കുറച്ചും കൂടെ മുമ്പ് നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ ലാസ്റ്റ് നിമിഷം എന്ന് പറഞ്ഞാല് 1 മാസം മുമ്പ്. ഇവിടെ ഇപ്പൊ ടിക്കറ്റ് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലും കൂടുതലത് കുറയുന്നില്ല. ഞാനൊന്നും എപ്പോഴും മോൺട്രിയാലിന് എടുക്കുള്ളൂ. ലണ്ടനൊന്ന് നോക്കണം വെറുതെ. ലണ്ടൻ മോൺട്രിയാലിനെക്കാട്ടി ദൂരല്ലേ. കാര്യമില്ല. ഇവിടെ മോൺട്രിയാൽ ആകുമ്പോ ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് ഞാൻ പറയുന്നത് മോൺട്രിയലിൽ പോകുന്നതും നോവസ്കോഷ്യ പോകുന്നതും ചിലപ്പോൾ ഒരേപോലെ. മോൺട്രിയലിൽ പോകുമ്പോൾ നോവസ്കോഷ്യ പോകുമ്പോൾ ഏകദേശം ഒരേ ടിക്കറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടിൽ പോകും. പക്ഷെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല മോൺട്രിയലിൽ പറയുന്നു. കാരണം മോൺട്രിയൽ ഇപ്പൊ പോയോണ്ട് എനിക്ക് വലിയ എന്താ ജേർണി ഒന്നും വലിയ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല. വൺ ഓഫ് ദി വലിയ ഫ്ലൈറ്റ് എയർപോർട്ട് അത് ഉറപ്പായിട്ടും മോൺട്രിയൽ, ടൊറന്റോ, വാൻകൂവർ മൂന്നാണ് ഇന്ത്യയിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കഴിവതും അങ്ങനെ പോകുന്നതായിരിക്കും ബെസ്റ്റ്. ഇവിടുന്ന് ചിലർ ടിക്കറ്റ് എടുക്കൂലേ ടൊറന്റോന്ന് ഇന്ത്യ വരെ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആദ്യത്തെ കണക്ഷൻ ഫ്ലൈറ്റ് മോൺട്രിയലായിരിക്കും. അതുകൊണ്ടിട്ടാണ് മോൺട്രിയലിൽ അവിടെ വില കുറയുന്നത്. നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കുറച്ച് മുമ്പേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. എനിക്കാണ് സ്കൈ സ്കാനറോ അങ്ങനെ വേറെ ഒരു ചീപ്പ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് കേട്ടോ. ചീപ്പ് ഫ്ലൈറ്റിലെ അതിലും ഇതേപോലെ നല്ല ഡീല് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ സൈറ്റിൽ പോയിട്ട് ചെയ്താൽ മതി. ട്രാക്കിലിടാം എന്താ മറ്റേ പ്രൈസ് ട്രാക്ക് അങ്ങനെ നോക്കണം എന്ന് വിചാരിക്കും. നമുക്കൊരു ഐഡിയ കിട്ടിയാൽ എന്നാണ് പുറപ്പെടുന്നതെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. സെറ്റ് ചെയ്തിട്ട് ആൾക്ക് ഈ ജോലി ഇല്ലെങ്കിൽ രണ്ടാളും കൂടെ പോയി പോരുമായിരുന്നു ഖത്തർ. പിന്നെ ഞാൻ വിചാരിച്ച് എന്റെ ഐഡി നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവിടെ കുടുംബക്കാരേ ഉള്ളൂ. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ അതും ഉള്ള ഫുള്ള് ബിസിനസ്സുകാരാ. അവിടെ സുഖ കാറ് ചിലപ്പോ ചോദിച്ചാൽ കാറ് കിട്ടും. ടെമ്പററി പോവാന് അക്കോമഡേഷൻ ഉണ്ട് കിട്ടും. അതെ അതെ അത് നല്ല കാര്യമാണ്. ഞാൻ എപ്പോഴും ഓരോട് തന്നെ പറയണ്ട് ഈ ബിസിനസ്സുകാരോടെ നിങ്ങളുള്ള വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ജോലി എയർപോർട്ടിൽ പോകണമല്ല, ഇപ്പൊ എനിക്ക് ജോലി നോക്കണമെങ്കിൽ ഇപ്പൊ ആരും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആരും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് ജോലി കണ്ടെത്തേണ്ടി വരൂലേ. എനിക്കാകുമ്പോൾ അവരെ കൂടെ നിന്നിട്ട്